വലിയ കാഴ്ചയാണ് അതിനുള്ളിൽ. വലിയ കാഴ്ച. 70 ഏക്കറിലായിട്ടാണ് ഈ ക്ഷേത്ര സമുച്ചയം കിടക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും അത്രയും സമയമെടുത്ത് കാണേണ്ട കാര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. 3 നിലകളിലായിട്ടാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. ഈ പടിക്കെട്ടുകളൊക്കെ ചെയ്തെന്ന് തോന്നുന്നു. അതെ അതെ, ഞാൻ ചെറിയൊരു പഠനം നടത്തി. എന്തായാലും നമുക്ക് വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉള്ളപ്പോഴും അതിലൊരു കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊരു ടൂറിസം പിൽഗ്രിം സെൻ്ററായിട്ട് അത് മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്രയും ഫെസിലിറ്റി ഉണ്ട്. ഏറ്റവും രസകരമായൊരു കാര്യം പ്രേക്ഷകർക്കറിയാൻ, ആ ക്ഷേത്രത്തിൽ വഴിപാട് പ്രത്യേകിച്ചില്ല എന്നതാണ്. വഴിപാടില്ല. മറ്റു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും നമ്മളുടെ ഈ സോഷ്യലിസ്റ്റ് ആവേശം ഈ ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് വരുന്നത്, ഈ പൈസ കൊടുത്തിട്ട് ചില ആളുകൾ ആദ്യം ദർശനം കാണാൻ പോകുമ്പോഴാണ്. നമ്മൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കും. പക്ഷെ ആ സമയത്ത് കാശ് കൊടുത്തിട്ട് കാശുള്ളവൻ തിരുപ്പതി വളരെ ക്വിക്കായിട്ടുള്ള ദർശനം, ക്വിക്ക് ദർശൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ദർശനം കാണാം എന്ന് പറഞ്ഞാൽ കാശുള്ളവന് അവിടെ കാത്തു നിന്ന് നമ്മളെ പോലെ ബുദ്ധിമുട്ടുണ്ട്, കാശില്ലാത്ത നമ്മളൊക്കെ കുറച്ച് കഴിഞ്ഞ് കണ്ടാൽ മതി എന്നതാണ്.